നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. 2026 ഒരു പിടി വമ്പൻ ചിത്രങ്ങളുമായിട്ടാണ് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്ക നമ്മുടെ മുന്നിലെത്താൻ പോകുന്നത്. 2025 അവസാനത്തോടുകൂടി കളങ്കാവൽ എന്ന സിനിമ അതൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി. സിനിമ ടോട്ടൽ ബിസിനസ് ഏതാണ്ട് 140 കോടിയോളം രൂപയാണ് ഇതുവരെ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി ആദ്യം 2026 ആദ്യം തിയേറ്ററിലേക്ക് വരാൻ പോകുന്ന മമ്മൂക്ക ഗസ്റ്റ് റോളിൽ ചെയ്യുന്ന തത്തപ്പച്ച എന്ന സിനിമയാണ്. ആ സിനിമയിലെ മമ്മൂക്കയുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ടൊന്നും തന്നെ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. വളരെ പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. ഈ വരുന്ന ജനുവരി 22-ാം തീയതിയാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. അതിനുശേഷം നിതീഷ് സഹദേവ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമ അതോടൊപ്പം തന്നെ ഷൂട്ട് തുടങ്ങാൻ പോകുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഇതിനകത്ത് മമ്മൂക്ക തിരുവനന്തപുരം ഭാഷയാണ് സംസാരിക്കുന്നതെന്ന് അറിയുന്നത്. മമ്മൂക്ക ഇതിനു മുമ്പ് തിരുവനന്തപുരം സ്ലാഗ് ഉപയോഗിച്ചിട്ടുള്ളൊരു ചിത്രം രാജമാണിക്യമാണ്. സൂപ്പർ ബമ്പർ ഹിറ്റായിട്ടുള്ളൊരു സിനിമയാണ്. ഭാഷയിലെന്നും അതിൻ്റെ ആ തനതായ ആ ഒരു പ്രൊണൗൺസിയേഷൻ കൊടുക്കുന്ന ഒരു നടൻ തന്നെയാണ് നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട മമ്മൂക്ക. പ്രാഞ്ചേട്ടനിലാണെങ്കിൽ തൃശ്ശൂർ ഭാഷ അനായാസം, അതുപോലെ തന്നെ കാസർഗോഡ് ഭാഷ, അങ്ങനെ ഭാഷയാണെങ്കിലും അത് അനായാസം പ്രകടിപ്പിക്കാൻ കഴിവുള്ള ഒരു നടൻ അത് ഇന്ത്യൻ സിനിമയിൽ മമ്മൂക്ക മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ മമ്മൂക്കായിട്ട് കാത്തിരിക്കുന്ന സിനിമ 19 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ലാലേട്ടനും മമ്മൂക്കായും ബിഗ് സ്ക്രീനിൽ ഒന്നിക്കുന്ന സിനിമയാണ് പാട്രിയോട്ട്. ഏപ്രിൽ 9-ാം തീയതിയാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നു എന്നുള്ളൊരു വാർത്തയും കൂടെ വരുന്നുണ്ട്. ഈ ഏപ്രിൽ 9-ന് തന്നെ ലാലേട്ടൻ ജിത്തു ജോസഫിൻ്റെ ദൃശ്യം 3 റിലീസ് ചെയ്യുമെന്നാണ് അറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു വലിയൊരു ക്ലാഷ് റിലീസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ ചിലപ്പം ഏതെങ്കിലും ഒരു സിനിമ തള്ളി വെക്കാനായിട്ടുള്ള ചാൻസും കാണുന്നുണ്ട്. പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു അപ്ഡേറ്റ് ആണ്. ഖാലിദ് റഹ്മാൻ ക്യൂബ് എൻ്റർടൈൻമെൻറ്റ് ബാനറിൽ നിർമ്മിക്കുന്ന ബ്രഹ്മാണ്ഡ ചിത്രം, ഏതാണ്ട് 100 കോടി ബഡ്ജറ്റിൽ ഒരുങ്ങാൻ പോകുന്നൊരു ചിത്രമാണ്. നമുക്ക് ഇതിനകത്ത് ഗ്യാങ്സ്റ്ററിൻ്റെ റോളിലാണ് എത്തുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നിതീഷ് സഹദേവൻ്റെ ചിത്രം കഴിഞ്ഞാൽ ഉടൻ തന്നെ മമ്മൂക്ക ഖാലിദ് റഹ്മാൻ്റെ ചിത്രത്തിൽ ജോയിൻ ചെയ്യും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ചിത്രത്തിൽ നമ്മുടെ മമ്മൂക്ക വീണ്ടും ഒരു നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രവുമായിട്ട് എത്തുന്നു എന്നുള്ളൊരു വാർത്തയുണ്ട്. നയൻതാരയാണ് ഈ സിനിമയിൽ നായികയായിട്ട് എത്തുന്നത്. മമ്മൂക്കയായിട്ട് അഭിനയിക്കുന്ന ഏതാണ്ട് 5-ാമത്തെ ചിത്രവും കൂടിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഈ ഒരു ചിത്രം. മമ്മൂട്ടി കമ്പനിയുടെ തന്നെ 2 വലിയ പ്രൊജക്റ്റുകൾ 2026 മമ്മൂക്ക ചെയ്യും എന്നുള്ള മറ്റു ചില വാർത്തകളും വരുന്നുണ്ട്. എന്തായാലും 2026 മമ്മൂക്കാട ഒരു പിടി നല്ല ചിത്രങ്ങൾ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. 2025-ലും 2026-ലും മമ്മൂക്ക എന്ന് പറയുന്ന നടൻ്റെ സിനിമകൾ കേരള സംസ്ഥാന അവാർഡിനും നാഷണൽ അവാർഡിനുമൊക്കെ പരിഗണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളും 2026-ൽ മമ്മൂക്ക ചെയ്യുന്നുണ്ട് എന്നുള്ള വാർത്തയാണ്. എന്തായാലും വിമർശിച്ചവർക്കൊക്കെ ആറ്റൻ മറുപടി തന്നെയാണ് മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമാ പ്രൊജക്റ്റുകളിലൂടെ നമ്മളെ വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. മലയാളത്തിൽ വലിയ വലിയ ഹിറ്റുകൾ ഇനിയും മമ്മൂക്ക നേടട്ടെ. 100 കോടി 200 കോടി എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ച് നടക്കുന്നവർക്ക് ഞാനൊരു ചെറിയൊരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതാരെയും ഇഴുത്തി കാണിക്കാനൊന്നുമല്ല. ഈ 100 കോടി തള്ളി മമ്മൂക്കായെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ചില ആളുകൾക്കിട്ട് ഒരു കൊട്ട് അത്ര മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്തായാലും വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. ഞാൻ ഇന്നലെ പ്രഖ്യാപിച്ചൊരു സംഭവമുണ്ട്. വൃഷഭ എന്ന് പറഞ്ഞൊരു ഐറ്റം വരുന്നുണ്ട്. മോഹൻലാല് ഇതുവരെ കേരളത്തിന് പുറത്തു പോയിട്ട് ഏതെങ്കിലും ഒരു സിനിമയിലെ നായകനായിട്ട് ഒരു പടം ഹിറ്റാക്കിയ ഒരു ചരിത്രമില്ല. മമ്മൂട്ടി ഏതാണ്ട് ഒരു 10-12 എന്തിന് ഇംഗ്ലീഷ് പടങ്ങളിൽ അഭിനയിച്ചിട്ട് പോലും പുള്ളിക്കാരൻ നാഷണൽ അവാർഡൊക്കെ വാങ്ങിയാണ്. ഇവിടെ ആകെ ഒരു 100 കോടി എന്ന് പറഞ്ഞ് പണ്ടാടക്കുന്ന കുറേ പിള്ളേരുണ്ട്. 2 പേരൊന്നുമില്ല. ഒരു മുണ്ട് മാടി കുത്താനും കരകത്തി വരാനും പുള്ളിക്കാരൻ അറിയും. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പറഞ്ഞത് വൃഷഭ എന്ന് പറഞ്ഞ പടം പട്ടക്കം എന്ന് പറഞ്ഞ തിയേറ്റർ പടം കഴിഞ്ഞു. ഇതെന്റെ ഒരു പ്രഖ്യാപനമാണ്. ഈ വൃഷഭ എന്ന സിനിമ തിയേറ്റർ റിലീസ് ചെയ്തതിന് മുമ്പ് ഒരാളിട്ടിട്ടുള്ളൊരു വീഡിയോ ആണ്. സത്യത്തിൽ അന്യഭാഷകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അന്യഭാഷാ ചിത്രങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂക്ക തന്നെയാണ്. അവസാനം എനിക്ക് തോന്നുന്നു തമിഴിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ചിത്രം പേരൻപാണെന്നാണ് തോന്നുന്നത്. അമൃതൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, ആ ഒരു കഥാപാത്രം, ആ ഒരു ക്യാരക്ടറൊക്കെ ഇത്രയധികം അവസ്മരണീയമായി പ്രകടിപ്പിക്കാൻ വേറൊരു നടൻ ഇല്ല എന്നുള്ളത്. ഏതാണ്ട് 45ഓളം ചിത്രങ്ങളാണ് മമ്മൂക്ക തമിഴിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ തെലുങ്ക്, കന്നഡയിലൊക്കെ 10-12 സിനിമകളൊക്കെ മമ്മൂക്ക ഇതിനടക്കം തന്നെ ചെയ്തിട്ടുണ്ട്. അവസാനമായിട്ടത്തെ ഏജന്റ് എന്ന് പറഞ്ഞൊരു സിനിമയാണ് ഫ്ലോപ്പായിപ്പെട്ടൊരു സിനിമ. അതിന് മുമ്പ് വന്നിട്ടുള്ള യാത്ര 1ഉം 2ഉം എല്ലാം അത്യാവശ്യം ആ നാട്ടിൽ അത് വലിയ രീതിയിൽ തന്നെ ഹിറ്റായിട്ടുള്ള സിനിമകളാണ്. ഈ സിനിമകളൊക്കെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്ക എന്ന് പറയുന്ന നടൻ ആ നാട്ടിൽ അവരുടെ ലാംഗ്വേജ് ചെയ്തിട്ടുള്ളത് നായക കഥാപാത്രങ്ങൾ തന്നെയാണ്. അല്ലാതെ ഒരു ഉപനായകനായിട്ടല്ല മമ്മൂക്ക ആ സിനിമകൾ ചെയ്തിരിക്കുന്നത്. എന്നാൽ ജനനായകൻ എന്ന് പറയുന്ന ഒരു സിനിമ
വലിയ ഹിറ്റായിട്ടുള്ള സിനിമയാണ്. പക്ഷെ അതിനകത്ത് നായകനായിട്ട് വരുന്നത് ജൂനിയർ NTR ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഈ 100 കോടി 200 കോടി തള്ളിക്കൊണ്ട് വരാതെ നല്ല നല്ല സിനിമകൾ ചെയ്ത് ഇന്ത്യ മൊത്തം കീഴടക്കുന്ന ഒരു നടനായിട്ട് മാറുക. അതാണ് ഒരു നടന് വേണ്ട ക്വാളിറ്റി എന്നുള്ളത്. അതാണ് ഒരു നടൻ. അല്ലാതെ പൈസയ്ക്ക് പുറകെ പോവുക, 100 കോടി തള്ളിക്കയറ്റുക, കള്ളപ്പണം വെളുപ്പിക്കുക, ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോകാതെ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് പ്രേക്ഷക ഹൃദയം കീഴടക്കുക എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. അപ്പം വരാൻ പോകുന്ന സിനിമകൾ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ തന്നെ ആയിരിക്കും. കാരണം നമ്മൾ ഇന്നേവരെ കാണാത്ത കഥാപാത്രങ്ങൾ തന്നെയാണ് നമുക്ക് ഓരോ പ്രാവശ്യവും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്തരം വ്യത്യസ്ത സിനിമകൾ തന്നെ 2026 പിറക്കട്ടെ, വലിയ വലിയ ഹിറ്റുകൾ ഉണ്ടാകട്ടെ. 100 കോടി 200 കോടി ഒന്നും തള്ളാനും പിടിക്കാനും നമ്മളില്ല. നല്ല നല്ല കഥാപാത്രങ്ങൾ കണ്ട് നമുക്ക് ഇങ്ങനെ ആസ്വദിക്കണം നമ്മുടെ മമ്മൂക്കായ. അപ്പം നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. അതൊരിക്കലും ബൈ.